ഹായ് ഗൈസ്, ഞാൻ കാർത്തിക്. വെക്കേഷനിലെ തിരുപ്പതി യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഏർക്കാട് എന്ന സ്ഥലത്ത് ഞങ്ങൾ കയറി. സേലത്ത് നിന്ന് 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഏർക്കാടിലേക്ക്. 20 എയർഫിൽമെന്റുകൾ കയറിയാണ് ഏർക്കാടിലേക്ക് എത്തുക. അവിടെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. പോകാം വീഡിയോയിൽ. നമ്മളിപ്പോ ഏർക്കാടിലാണ്. ബോട്ട് ഹൗസിൽ നമ്മൾ ഈ ലേക്കിൽ ബോട്ടിങ് ചെയ്തോണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റൗണ്ടൊക്കെ കറങ്ങി വന്നേ. പിന്നെ അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളി. എൻ്റെ ഒരു രക്ഷയില്ല. അതെ, ഇത് കണ്ട ഇത് നടുക്കത്തൊരു പാർക്കാണ്. ഇവിടുത്തെ ഈ ലേക്കിൻ്റെ അടിപൊളി പാർക്കാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സാണ്. എല്ലാരും ഹായ് കാണിച്ചോ, ഹായ് കാണിക്ക്. നിങ്ങൾ വേറെ വഴി കൊണ്ടാണോ? ബോട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി. സഫാരിക്ക് വേണ്ടി ഞങ്ങൾ ജീപ്പ് എടുത്ത് ഇറങ്ങിയെങ്കിലും കനത്ത കോടമഞ്ഞു കാരണം ഒന്നും കാണാത്തതിനാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഗൈസ്. കേട്ടില്ലേ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഈ ഏർക്കാടിലെ തന്നെ ഏറ്റവും അടിപൊളി വ്യൂ പോയിന്റ് ആയ ശർവനായ ടെമ്പിൾ വ്യൂ പോയിന്റ്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആദ്യം പോയത് അവിടെയാണ്. അവിടെ നല്ല കോടയാണ്, കാറ്റും ഉണ്ട്. കാറ്റിന്റെ ശബ്ദം കാരണം റെക്കോർഡ് ചെയ്തതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അത്രക്ക് നല്ല കാറ്റാണ് അവിടെ. അടുത്തുള്ളവരെ പോലും കാണാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലെത്തി. അവിടെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു. എന്നാലും ധാരാളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് തൊട്ടടുത്താണ് ഏർക്കാടിലെ പ്രധാനപ്പെട്ട 2
വ്യൂ പോയിന്റുകളായ ജെൻ സീറ്റും ലേഡി സീറ്റും. നമ്മളിപ്പോൾ ഏർക്കാലത്തിന് ഏറ്റവും അടിപൊളി ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. ഇവിടെ അടിപൊളി ഒരു സാമ്പിളൊക്കെ ചെയ്ത് ഇപ്പം ഉണ്ടാക്കണൊക്കെ തീർന്നു. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. പഗോഡ പോയിന്റ് ഉൾപ്പെടെ കുറച്ച് സ്പോട്ടുകൾ കൂടി ഏർക്കാടിൽ കാണാനുണ്ട്. ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് പോയി കാണേണ്ട സ്ഥലങ്ങൾ വേറെയും ഉണ്ട്. അവർ ഷോ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഏർക്കാടിലെത്തിയത്. ഹെവി ട്രാഫിക് കാരണം പല സ്ഥലത്തേക്ക് വണ്ടികൾ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ഏർക്കാട് മുഴുവനായി കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി വരും. ഞങ്ങൾക്ക് ഏർക്കാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.